ഹായ് ഗൈസ്, ഇപ്പൊ വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ സാധാരണയായി ഈ സീസണിലൊക്കെ കാണുന്നതിനെക്കാട്ടി കൂടുതൽ തണുപ്പ് നമ്മുടെ ഏരിയയിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അലർജിയുടെ പ്രശ്നം നമ്മുടെ കൂടപ്പുറപ്പായതുകൊണ്ട് തന്നെ പൊടിയും തണുപ്പൂടൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കാര്യം തീരുമാനത്തിലായി. നമുക്ക് ഓട്ടം കിട്ടിയത് ആദ്യം സിമെന്റിന്റെ ആയും പിന്നെ ടൈലിന്റെ ഓട്ടമാണ് കിട്ടിയത്. ഉച്ചയ്ക്ക് മുമ്പുള്ള അനക്കം മാത്രമേ ഉള്ളായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാൻഡ് ഇറങ്ങി. കുറച്ച് ദിവസം കൊണ്ട് വണ്ടിക്ക് ഓയിലേക്ക് ഉണ്ട്. സമയക്കുറവ് കൊണ്ട് പോകാതിരുന്നതാണ്. എന്തായാലും അതുകൊണ്ട് കാണിക്കാന്ന് വെച്ച് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടു. ഓയിലേക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ അവന്മാർ തലങ്കും വിലങ്കും വണ്ടി പൊക്കി വെച്ച് നോക്കുവാണ്. വിനോദമേശ്വരിയാണ് തിരക്കിട്ട പണിയിലും. പുള്ളിക്കാരൻ പിന്നെ വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ എവിടെ നിന്ന് ലീക്കെന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ ഇറങ്ങുന്ന സെൻസർ വണ്ടികളുടെയൊക്കെ കംപ്ലൈന്റ് കണ്ടുപിടിക്കുക ലാപ്ടോപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം. പഴയ വണ്ടിയുടെയൊക്കെ കംപ്ലൈന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മുടെ വിനോദമേശ്വരിയുടെ ഒറ്റ നോട്ടം മതി. ഏത് സാധനത്തിനും ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ പുള്ളി അനായാസം കൈകാര്യം ചെയ്തു തരും. അതുകൊണ്ട് തന്നെ പുള്ളിയെ കിട്ടാനും പാടാണ്, അതുപോലെ തിരക്കുമാണ്. വണ്ടിയൊക്കെ പണിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നേരെ സന്ധ്യയായി. ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ഏരിയയിൽ ഭയങ്കര ഓളമാണ്. എന്നാലും വൈകിട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ കണ്ട കരോളാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യം തന്നെ ഒരുപാട് കരോൾ ഇറങ്ങിയിരുന്നു. ഈ വർഷം ആദ്യമാണ് ഈ കരോൾ ഞാൻ കാണുന്നത്. കുരുപ്പുള്ള രണ്ടും ക്രിസ്മസ് അപ്പൂപ്പനെ കാണാത്ത വിഷമത്തിലാണ്. നമുക്ക് ആംഗ്ലം ടൗണെല്ലാം ക്രിസ്മസിനെ വരവേൽക്കാനായി സജീവമായിട്ടുണ്ട്. കടകളിലൊക്കെ ക്രിസ്മസ് ഐറ്റം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കദീശ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മാരേജ് ഫംഗ്ഷൻ പോയപ്പോഴാണ് കദീശ പള്ളിയിൽ ക്രിസ്മസോടനുബന്ധിച്ചിട്ടുള്ള പുൽക്കൂടും കാര്യങ്ങളൊക്കെ കണ്ടു. കുരുപ്പുകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവിടെ നിന്ന് മാറുന്നില്ലായിരുന്നു. അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ പാവമായതുകൊണ്ട് തന്നെ ലൈറ്റിലൊന്നും തുടരുത്, വേണേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തോളാൻ പറഞ്ഞു. നൈറ്റിൽ പിന്നെ ഫ്രണ്ട്സുമായിട്ട് പിന്നെ കായംകുളത്തൊക്കെ ഒന്ന് കറങ്ങി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.